വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ ഒരു കോളിഫ്ലവർ പുലാവാണ്. അതിനുവേണ്ടി ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്. 3 കപ്പ് ബസ്മതി റൈസ്. ഇത് ഞാൻ അരമണിക്കൂർ മുമ്പ് നന്നായി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയ ഒരു ബൗള് കോളിഫ്ലവർ, 3.5 കപ്പ് വെള്ളം, ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത്, ഓരോ പിടി വീതം മല്ലിയില, പുതിനയില, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തത്, അര കഷ്ണം ക്യാരറ്റ് നീളത്തിൽ സ്ലൈസ് ചെയ്തത്, അര കഷ്ണം ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, വളരെ കുറച്ച് ഗരം മസാല 1 ml, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, അര ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക്, 2 കറുവപ്പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പു, അര ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കാഷ്നട്ട്സ്, കുറച്ച് റേസിൻസ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇന്നത്തെ പ്രഷർ കുക്കർ കോളിഫ്ലവർ പുലാവ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവറിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊരു 1/4 മണിക്കൂർ വയ്ക്കാം. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, പച്ചമുളക്, അതുപോലെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. മസാലകൾ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത ക്യാരറ്റ് ഇട്ടെടുക്കാം. അതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇടാം. പച്ചമുളകും കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സോക്ക് ചെയ്യാൻ വെച്ച കോളിഫ്ലവർ അരപ്പ് പാത്രത്തിലേക്ക് മാറ്റി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നെയ്യിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കോളിഫ്ലവറും അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുതിനയിലിട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്കിതിലെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതങ്ങനെ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർക്കാം. പെപ്പർ ചേർക്കാം. ഇതിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളും നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി നമുക്ക് ഇതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന അരി അനുസരിച്ച് ചിലപ്പം വ്യത്യാസപ്പെടാം.
ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ച റൈസിൻസും ക്യാഷും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു വിസിലും അടിച്ചപ്പോൾ നമ്മുടെ പുലാവ് ഇതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കോളിഫ്ലവർ പുലാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.